ശ്രീ ഋഷികേഷ് ഭാസ്കരൻ ഇപ്പോൾ വളരെ ഗൗരവ തരത്തിലുള്ള ഒരു പരാതി ശൈലജ ടീച്ചർ ഉന്നയിച്ചിരിക്കുന്നു. ആ പരാതി അവരുടെ ഫീലിംഗും അവരുടെ പരാതിയും ജെനുവിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതിന് ഉപോത്ബലകമായി കുറേയധികം കാര്യങ്ങൾ കമന്റുകളുടെ രൂപത്തിൽ കണ്ടിട്ടുമുണ്ട്. ഈ വീഡിയോ കണ്ടാലേ ഈ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുമെന്നില്ല താനും. അങ്ങനെ ഇരിക്കുന്ന ആസൂത്രിതമാണ്. ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സൈബർ വിങ് തയ്യാറാക്കുന്നതാണ് എന്ന് പറയാൻ കഴിയുമോ? ഇത് നമ്മുടെ നെറ്റിസൻസിനെ സംബന്ധിച്ച് അവർ അങ്ങനെ കൃത്യമായി എല്ലാവരും ഒരേ ഡിസിപ്ലിൻ പാലിച്ച് എല്ലാവരും ഒരേ നിലയിലുള്ള ഒരേ സംസ്കാരം പിന്തുടരുന്ന ആളുകളൊന്നുമല്ല. അതൊരു വലിയ ആൾക്കൂട്ടമാണ്. ഒരു തെരുവിൽ എങ്ങനെയാണോ ജനക്കൂട്ടം, അതിൽ എന്തുമാത്രം വ്യത്യസ്തതയുണ്ടോ അതുപോലെ തന്നെ ആയിരിക്കും സൈബർ ഇടങ്ങളും. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് 100% പറയാൻ കഴിയുമോ? അതായത് ആധികാരികമായിട്ട് ഇത് നോക്കിയിട്ട് ഓക്കെ ഇന്ന ഒരു പാർട്ടി ഇന്ന രീതിയിൽ ആസൂത്രണം ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു ക്യാമ്പയിനാണ്, അല്ലെങ്കിൽ ഇത് എന്ന രീതിയിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇപ്പം ഇന്നത്തെ ചർച്ചയിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചർച്ചകളിലും പൊതുവെ കണ്ടുവന്നിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ പുറത്ത് തന്നെ, അങ്ങനെ ഒരു വസ്തുത ഉണ്ടോ എന്നുള്ള ഒരു വസ്തുതയുടെ പുറത്ത് കുറേ ചർച്ചകൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ ചർച്ചയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലുകളിലുള്ള വാർത്തകളുടെ അടിയിലും ഇതിലൊക്കെ പോയി നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെ. അതെ സൈബർ ബുള്ളിങ് ഉണ്ട് എന്ന് തന്നെ പറയണം. പ്രത്യേകിച്ച് ശൈല ടീച്ചറുടെ കേസിൽ തന്നെ ശക്തമായിട്ടുള്ള സൈബർ ബുള്ളിങ് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ തന്നെ ഈ പറയുന്ന വിവിധ കാറ്റഗറിയിലുള്ള, അതായത് പേരോ മുഖമോ ഇല്ലാത്ത ഐഡികളിൽ നിന്ന്, ഫേക്ക് ഐഡികളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഐഡികളുണ്ട്. അതല്ലാതെ റാൻഡം ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുള്ള ഐഡികളുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ രാഷ്ട്രീയ വിയോജിപ്പോട് കൂടിയുള്ളതാണെന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചാനലിൽ ഒരു കമൻറ്റ് ചെയ്തിട്ടുള്ള ആളുടെ പ്രൊഫൈലിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ചാനലിൽ ഇട്ടിട്ടുള്ള മുമ്പുള്ള കമൻറ്റുകളൊക്കെ മാത്രം ഫിൽട്ടർ ചെയ്ത് കാണാൻ പറ്റും. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രാഷ്ട്രീയ വിയോജിപ്പ് കൊണ്ട് മാത്രം, അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ഇതുകൊണ്ട് അല്ലാതെ തന്നെ രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പ് കൊണ്ട് തന്നെയുള്ള സൈബർ ബുള്ളിങ് ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒബ്സർവേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അതേ സമയത്ത് നമുക്കിത് പോയിട്ട് ഓക്കെ ഇത് ഇന്ന ആളോ അല്ലെങ്കിൽ ഇന്നൊരു പ്ലാനിങ്ങിലൂടെ നടന്നതാണ്, ഇങ്ങനൊരു കോർഡിനേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറയാനുള്ള ഡിജിറ്റൽ തെളിവുകൾ ഇന്ന് നമ്മളുടെ മുമ്പിലില്ല എന്ന് തന്നെ അംഗീകരിക്കേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ ഒരു മോർഫ് ചെയ്ത വീഡിയോയുടെ പുറത്താണ് ഇതെല്ലാം തുടങ്ങിയത് എന്ന് പറയുമ്പോഴും നേരത്തെ ഈ സഹപാനലിസ്റ്റുകൾ പറഞ്ഞതുപോലെ തന്നെ മുൻ ഉദാഹരണങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് പൊതുവെ വനിതകളായിട്ടുള്ള പൊതുപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ എന്നിവരൊക്കെ ഇത്തരം വിവാദങ്ങളുടെയോ അല്ലെങ്കിൽ ചർച്ചകളുടെയോ ഒക്കെ ഇടനേടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടായി വരുന്ന പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഒരു സൈബർ ബുള്ളിങ്ങിൻ്റെതായ തലത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. ഇതിനു മുമ്പ് വലിയ രീതിയിൽ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ വീണ്ടും ഇരുന്നിട്ട് ഇതിനെന്താണ് പ്രതിവിധി എന്ന് ചർച്ച ചെയ്യുക മാത്രമാണ് നടക്കുന്നത് എന്നുള്ളത് ആണ് വിഷമകരമായിട്ടുള്ള കാര്യം എന്നുകൂടെ ഇത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് CPM-ന്റെ ആക്ഷേപം. മറ്റത് കമന്റുകൾ, പ്രത്യേകിച്ച് ഈ ന്യൂസ് ഓർഗനൈസേഷൻസിന്റെ ഒക്കെ വാർത്തകൾക്ക് താഴെ വന്ന കമന്റുകൾ ഇതിനോടകം തന്നെ സ്ക്രീൻഷോട്ടുകളുടെ രൂപത്തിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിൽ നമുക്ക് ബോധ്യവുമുണ്ട്. അതിനപ്പുറത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി, വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഗ്രൂപ്പുകളാണല്ലോ, ചിലപ്പോൾ 30, 40 അല്ലെങ്കിൽ 60, 70, 100, 150 ഒക്കെ ആളുകളുള്ള ക്ലോസ്ഡ് ഗ്രൂപ്പുകളാണല്ലോ. അപ്പോൾ ഈ ഗ്രൂപ്പുകളിലൂടെ ചില വീഡിയോകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ശൈലജ ടീച്ചർ ഉന്നയിച്ച കാതലായ വിഷയം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റാത്തതാണോ? അത് അന്വേഷകരെ സംബന്ധിച്ചിട്ട് അത് ഒന്നും ചെയ്യാനില്ല എന്നുള്ള മറുപടിയാണോ അതിന് സംഭവിക്കുക? അതല്ലാതെ ഇത് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു സാധനമാണോ അത്? കണ്ടുപിടിക്കാൻ കഴിയാത്ത സാധനം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും നേരത്തെ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഇതിനു മുമ്പ് ഏതൊരു പോസ്റ്റ് ഇട്ട ഒരാൾക്കെതിരെ പരാതിയിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നടപടി ഉണ്ടായി എന്നൊക്കെ ഒരു ഉദാഹരണം ഇതുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രൊസീജിയറലി ഡിഫിക്കൽട്ടായിട്ടുള്ളതായിരിക്കും വാട്സാപ്പ് മീഡിയത്തിലൂടെ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. ബിക്കോസ് അതായത് ഈ പറയുന്ന നിയമ സംവിധാനത്തിൻ്റെ അതിനെടുക്കുന്ന സമയം, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നിവ
എന്നിവയെ പറ്റിയൊന്നും ആധികാരികമായിട്ട് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് ബന്ധപ്പെട്ട അധികാരികൾ പറയേണ്ടതാണ്. പക്ഷേ ഇപ്പം ഒരു പരാതി ഇപ്പോൾ ഫേസ്ബുക്ക് പോലെയുള്ള പബ്ലിക്ലി ഫേസിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി സ്വഭാവമുള്ള ഒരു പ്ലാറ്റ്ഫോമിലാവുന്ന സമയത്ത് മിക്കപ്പോഴും ഇന്ന ID ഇന്ന ആൾ എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന പരാതിയും അതേ സമയത്ത് എന്താണ് ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് കൃത്യമായിട്ട് അറിയാത്ത സമയത്ത് ജോൺ ഡോ എന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്ക് ഇതുവരെ അറിയാത്ത ഒരാളുടെ പേരിൽ നടക്കുന്ന പരാതിയും ആവുന്ന സമയത്ത് അവിടെ പ്രൊസീജിയറലി ഉണ്ടാവുന്ന സ്വാഭാവികമായ നിയമപരമായിട്ടുള്ള കാലതാമസം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടാതെ വാട്സാപ്പ് എന്ന് പറയുന്ന ഈ മീഡിയത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ ഫേസ്ബുക്ക് പോലെ എന്താണ് ആ ഒരു സർക്കിളിലുള്ള കോണ്ടാക്റ്റുകൾ പരസ്പരമുള്ള ആളുകൾ അല്ലാതെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ എന്താണ് നമ്മൾ അംഗമായിട്ടുള്ളൊരു ഗ്രൂപ്പിൽ നടക്കുന്ന കാര്യമല്ലാതെ ജനറലി മറ്റൊരു ഗ്രൂപ്പിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ആളുടെ സ്റ്റോറിയിൽ എന്താണ് നടക്കുന്നത്, അവരുടെ ചാനലിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് മറ്റൊരാൾക്ക് പോയിട്ട് നോക്കാനോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനോ പറ്റുന്ന തരത്തിലുള്ളതല്ല. പോരാത്തതിന് രണ്ട് പേര് തമ്മിലുള്ള എക്സ്ചേഞ്ചുകൾ ആക്ച്വലി എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇൻ്റർമീഡിയറിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഫേസ്ബുക്കിലൊരു എന്താണ് ഇതുപോലത്തെ സ്മിയർ ക്യാമ്പയിനോ അല്ലെങ്കിൽ ഒരു സൈബർ ബുള്ളിങ്ങോ നടന്നു കഴിഞ്ഞാൽ ഇന്നൊരു അക്കൗണ്ടിലാണ് നടന്നത്, ഇങ്ങനൊരു സംഭവത്തിന് തെളിവ് കൃത്യമായ വാറണ്ടോടുകൂടി നിയമ സംവിധാനത്തോടുകൂടി അവരെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ തെളിവുകൾ ഇങ്ങോട്ട് തരാൻ സാധിക്കും. പക്ഷേ വാട്സാപ്പ് പോലെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള മാധ്യമങ്ങളിൽ മീഡിയകളിൽ ഈ ഇൻ്റർമീഡിയറിക്ക് ഇതിൽ കൈമാറ്റം ചെയ്യപ്പെട്ട സന്ദേശങ്ങളുടെയോ അല്ലെങ്കിൽ മീഡിയയുടെയോ സ്വഭാവം എന്താണെന്നോ അതെന്താണെന്നോ അവർക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാങ്കേതിക പ്രശ്നം കൂടി അവിടെ ഉണ്ട് എന്നുള്ളതും അതൊരു വസ്തുതയാണ്.